ഈ കണ്ണാപ്പി പൊണ്ണിച്ച് ഞാൻ മിണ്ടത്തില്ല, സീരിയസ് ആയിട്ട് കുറച്ച് നേരത്തേക്ക് ഞാൻ മിണ്ടത്തില്ലേ. തലവട്ടം കണ്ടോട്ട് എനിക്ക് ഈ സിറ്റി കയറാൻ പറ്റിയിട്ടില്ല. ഇവന് വേണ്ട വേണ്ട വേണ്ട, വിട്ടേരെ വിട്ടേരെ. ഇത് ടിവി എന്ത് പറ്റി ബ്രോ? ആ ഓ ഹലോ, കടിയാണോ അണ്ണ ഇതൊക്കെ? ഒരു സന്തോഷമുള്ളത് നീ ട്രിഗർ ആവല്ലേ? എന്താടാ അവര് വന്നല്ലേ? അമ്പോ ഇതെന്ത് ഇതാണല്ലോ വന്നപ്പോഴേ എന്താടാ അവര് വന്നല്ലേ? അമ്പോ ഇതെന്ത് ഇതാണല്ലോ വന്നപ്പോഴേ ഏറെ കേറ്റാനാണാ അണ്ണ ഇറങ്ങിക്കൊണ്ട്. അതാ ഞാൻ സന്തോഷം നിന്നെ നീയും ഇവരുടെ കൂടെ അവരൊരു ആഗ്രഹം പറഞ്ഞപ്പോ സാധിച്ചു കൊടുത്തേ. നമ്മളൊരാളായി ആഗ്രഹം പറഞ്ഞാണ് സന്തോഷത്തിന്റെ പേര്. എത്ര ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ കണ്ണ് ഇടക്കിടക്ക് ബ്ലർ ആവുന്നു, അത് കുറയ്ക്കുന്നത് എങ്ങനെയായിരുന്നു? അത് ഡെപ്ത് ഓഫ് ഫീൽഡ് ആണ്. എല്ലാം അറിയുന്ന ഭയമുണ്ട്. ശുക്രെല്ലാം അറിയാം. അണ്ണാ സൗണ്ട് ഇടണേ, സൗണ്ട് പറ. കണ്ട ഡിസ്റ്റൻസ് സ്കെയിലിംഗ് ആണോ? അതിന്റെ താഴെ ഡെപ്ത് ഓഫ് മറ്റേ പോസ്റ്റ് ഫിക്സിന്റെ കടിയിലായിട്ട് പോസ്റ്റ് ഫിക്സ് നോർമൽ ആക്കിയിടണം. അപ്പൊ ശരിയോ? പോസ്റ്റ് ഫിക്സ് നോർമൽ ആക്കിയിട്ടാണ്. അഡ്വാൻസ് ആണോ? അഡ്വാൻസിലാണോ? എന്തോ എസ് കൊടുക്കാൻ പോണ കേട്ടാ. ആ ഓക്കെ, ഓൾ ഗുഡ് ഓൾ ഗുഡ് ഓൾ ഗുഡ് ഓൾ ഗുഡ് ഓൾ ഗുഡ്. ഗയ്സ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഗയ്സ് എല്ലാവർക്കും വെൽക്കം. പബ്ജി ഗെയിമിംഗ് ഈഗിൾ ബ്രോ, കൺഗ്രാറ്റ്സ് ഈഗിൾ ബ്രോ ഫോർ 700k. താങ്ക് യു സോ മച്ച്. ഇത് ഗയ്സ് ഇടയ്ക്ക് നിങ്ങൾക്ക് സൗണ്ട് പോകുന്നുണ്ടോ? ഗയ്സ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഗയ്സ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാം ഇപ്പോ സൗണ്ട്? ഗയ്സ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാം ഇപ്പോ സൗണ്ട്? ഇത് ഇതാക്കണ എങ്ങനെയാണ്? ഹൈ ആക്കണ? ആനന്ദേ വെൽക്കം സ്ട്രീം. താങ്ക് യുടാ. ഇപ്പൊ ഷൗട്ടിങ് കേക്കാവോ? ഗയ്സ് അപ്പൊ അല്ല റെഡി അല്ലാണ്ട് സംസാരിച്ചില്ല. കേക്കാം റെഡി ഓക്കെ. അപ്പൊ എല്ലാവർക്കും സുഖമാണോ? അണ്ണന്റെ ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി എല്ലാവരുടെ പറഞ്ഞായിരുന്നു, ഒരു മാസത്തേക്ക് എനിക്കൊരു സമയം വേണമായിരുന്നെന്ന്. അപ്പൊ അതിന്റെ ഒരു ഗ്യാപ്പിന് പോയേക്കുമായിരുന്നു. നമുക്കറിയാവുന്ന ഒരു പയ്യന്റെ കൊച്ചിന്റെ പേരെടുപ്പായിരുന്നു, അപ്പൊ അതിനൊന്ന് പോയേക്കുമായിരുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ വന്നു അല്ലേ അണ്ണാ? അതെ വന്നു ആള് വന്നു. അപ്പൊ അതിന്റെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു. ആദ്യം തന്നെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വെൽക്കം ബാക്ക് ടു സിറ്റി ചെയ്തു. ഓ താങ്ക് യു. നിങ്ങൾക്ക് DM അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യം തന്നെ കോ-ലീഡറായ സരക്, കോ-ലീഡറായ ചന്ദ്രൻ, കോ-ലീഡറായ രായൻ, ഇവരുടെ അടുത്ത് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇത്രയും നാള് ഗ്യാങ് കറക്റ്റായിട്ട് ഞാൻ എല്ലാ ദിവസവും എല്ലാം ഇരുന്ന് കാണുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ അധികം കാരണം ഏത് സിറ്റിയിൽ വാർ വെട്ടുമ്പോഴേ ഞാൻ കട്ടിലിൽ നിന്ന് തുമ്മി എണ്ണീക്കും. അത് ഞാൻ അപ്പൊ തന്നെ വന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലാവും എന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയണത് എന്റെ തുമ്മലായിരുന്നു. അതായത് സരക്ക് ലൈവ് വന്നു,
അല്ലെങ്കിൽ സ്നൈപ്പ് ലൈവ് വന്നു. സ്നൈപ്പ് ലൈവ് വരുമ്പോൾ 5 വട്ടമാണ് ഞാൻ 5 വട്ടം, അതാണ് എൻ്റെ നോട്ടിഫിക്കേഷൻ. 5 വട്ടം സ്നൈപ്പ് തത്സമയം വന്നു കഴിയുമ്പോൾ 5 വട്ടം തുമ്പും. അപ്പോഴേ ഞാൻ എടുത്ത് TV-യിൽ പ്ലേ ചെയ്യും. ഞാൻ നിങ്ങളുടെ സാറ്റലൈറ്റ് നോക്കും, ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. ആൻഡ് അതിലേക്കൊക്കെ പിന്നീട് നമുക്ക് കിടക്കാം. എനിവേ എന്തായാലും ഇത്ര നാൾ കുറവുകളൊന്നും വരാതെ സരക്കും നമ്മുടെ ചന്ദ്രനും രായനും കൂടെ നന്നായിട്ട് നോക്കി നടത്തി. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ ഒരു 3 പേരെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു വിടേണ്ട വന്നു. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ എല്ലായിടത്തും പറയാനുള്ളത് പോലത് ഗൈസ്, നമ്മളെല്ലായിടത്തും എപ്പോഴും പറയുന്നൊരു വലിയ കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ TVA ഫാമിലിയിൽ വൺസ് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളിതുവരെ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല. അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് അയച്ച മെസ്സേജും അത് തന്നെയാണ്. ഇത്രയും നാൾ ഡിഫറെൻ്റ് ആക്കി വെച്ചിരുന്ന ഒരു വലിയ കാര്യം അത് തന്നെയാണെന്ന്. പക്ഷേ എല്ലാവരും നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ ഒരു കാര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഗ്യാങ്ങാണ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വഴി കാണുന്ന എല്ലാവന്മാരുടെയും എടുത്തുനിന്ന് ഗ്യാങ്ങിനെ പറ്റി തന്നെ മോശം കേൾക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചെടുത്തൊരു ഡിസിഷനാണത്. വേറെ ഒന്നും കൊണ്ട് പറയുമല്ല. അപ്പം നിങ്ങൾക്കും അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ മറ്റ് ഗ്യാങ്സ് പല ഗ്യാങ്ങുകളുടെയും വായിൽ നിന്ന് ഈ പറയണത് പോലെ കേൾക്കണത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളും അത് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കേണ്ട വന്നത്. സോ അമ്പത്തൂര്, അതുപോലെ തന്നെ പപ്പടം വിനീത്, അതുപോലെ തന്നെ വില്ലി, 3 പേർക്കും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു താങ്ക് യു പറയണം. ഇത്രയും നാളത്തെ ഒരു കോൺട്രിബ്യൂഷന്. അതുപോലെ തന്നെ ഒരു ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം TVA. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ആൻഡ് അത്രേ നമുക്ക് പറയാനുള്ളൂ. നമുക്ക് വേറെ അതിൽ കൂടുതൽ അവരെ പറ്റി വേറെ ഒന്നും സംസാരിക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. അപ്പം അവർ മൂവ് ഓൺ ആവട്ടെ. ദയവ് ചെയ്ത് TV-യിലെ എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ പറയാണ്, മേ ബി ചിലപ്പോൾ അവരിത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് എതിരെയുള്ള പല ഗ്യാങ്ങുകളിലും പല സിറ്റിസണായിട്ടും ഒക്കെ കാണേണ്ടി വരാം. സോ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നപ്പോഴുള്ള പരിഗണന എന്താണോ അവർക്ക് കൊടുത്തത് അത് തന്നെ ആയിരിക്കണം ഇനി മുന്നോട്ടുള്ളതിലും കൊടുക്കേണ്ടത്. അല്ലാതെ TV-ന്ന് പറഞ്ഞു വിട്ടതല്ലേ, TV-ന്ന് പോയതല്ലേ എന്നുള്ള രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. സോ അത് അങ്ങനെ അങ്ങ് പോട്ടെ. നമുക്ക് എന്തായാലും നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. ആൻഡ് ഈ ഇനാക്റ്റീവ് ആയ സമയത്ത്, അല്ലെങ്കിൽ ഈ പറയണത് പോലെ ഇവരെ 3 പേരെ കിക്കാക്കിയ സമയത്ത് നമുക്ക് കുറച്ച് പേരെ ഇതിനകത്തോട്ട് വേണമെന്ന് ആദ്യമേ പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത് വേണ്ട. അതെന്താ എൻ്റെ കിട്ടിയത്? കോണ്ടം സൂത്ത് ലാക്സ്. അപ്പോൾ ഈ 3 പേരെ ഞാനാണ് പറഞ്ഞത് റിക്രൂട്ട്മെന്റ്സ് ഒന്നും വേണ്ട. അതായത് ഗൈസ്, ഈ ഇടയായിട്ട് അതായത് നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ട് നമുക്കെതിരെ സംസാരിക്കണതും നമുക്കെതിരായിട്ട് സംസാരിക്കണം ഒരു OG മെമ്പേഴ്സും നമ്മുടെ അടുത്ത് എന്തായാലും അത് അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. വളരെ റീസെൻ്റ്ലി വന്ന കുറച്ച് ആൾക്കാരൊക്കെ ഈ പറയണത് പോലെ അവരുടെയൊക്കെ സൈഡിൽ നിന്ന് കുറച്ച് ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായപ്പോൾ നമുക്ക് ആരെ എടുക്കണം, ആരെ വിശ്വസിക്കണം എന്നുള്ളൊരു ഇത് മനസ്സിലിങ്ങനെ വന്നു തുടങ്ങി. അതായത് ആരെ വിശ്വസിക്കും, ആരെ ഇതാക്കും. അതുകൊണ്ട് ഞാൻ സരക്ക് വന്ന് എൻ്റെ അടുത്ത് ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് വേണോടാ, അവിടെ സിറ്റിയിൽ ആക്റ്റീവ് കുറവാണ് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വേണ്ടാന്ന് പറയാനുള്ളൊരു കാരണം, റിക്രൂട്ട്മെൻറ്റ് വേണ്ടാന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. കാരണം നമ്മൾ 15 പേരായിരുന്നപ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു. ഇപ്പോൾ അത് 35-40 പേരായപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ടായി TV-യുടെ അവസ്ഥ. അപ്പോൾ അത് ഇനി ഉണ്ടാവല്ലേ എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ്സ് വേണ്ടാന്ന് തന്നെയാണ് തീരുമാനം എടുത്തത്. പക്ഷേ പിന്നീട് ഇരുന്ന് ആലോചിച്ചപ്പം നമുക്ക് എടുക്കാം, കുറച്ച് നല്ലതുപോലെ സോർട്ട് ചെയ്ത് കുറേ ആൾക്കാരെ പിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് സോർട്ട് ചെയ്ത് നമുക്ക് നല്ലത് അല്ലെങ്കിൽ TV-ക്ക് നല്ലത് എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരെ TV-യിലേക്ക് എടുക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയത്. ബാബു കാണുന്നില്ല ബാബുന് കേക്കാവോ ഞാൻ പറയുന്നേ? ഇപ്പൊ വരാന്ന് പറഞ്ഞു, സെറ്റാക്കിട്ട് അപ്പൊ കെവിൻ വന്നിട്ടില്ലേ? നെറ്റ് എന്തൊരു സീനാണെന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടേക്കും. ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോ നമുക്ക് ഞാനൊരു ചെറിയൊരു റിവ്യൂ പോലെ ചോദിക്കുകയാണ്. നിങ്ങൾ കോഹ്ലിഡേഴ്സ് 3 പേരുടെ അടുത്തും ലൈക്ക് എന്താണ്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താറുണ്ടോ, എന്തെങ്കിലും ചെയ്യാനുണ്ടോ? സരക്കെ
ഒന്ന് പറഞ്ഞാ കൊള്ളാം. ബാബു വരൂ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബാക്കി കുഴപ്പമില്ല, ഗ്യാങ് എന്നുള്ള രീതിയിൽ സംസാരിക്കണം. ബാബു ഒന്ന് പ്ലീസ് ഒന്ന് വരണേ. ഇനാക്റ്റീവ് മെമ്പേഴ്സിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കണം, ഒന്ന് വരണേ. നമ്മളെ പറ്റിയാണല്ലോ ബാബു നമ്മളെ പറ്റിയതല്ല, ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തൊരു ലീവാണിത്, ഭയങ്കര അർജന്റ് ആയി പോയി. നമ്മളെ പറ്റിയതല്ല, ഇനാക്റ്റീവ് ആയ ആൾക്കാരെ പറ്റി സംസാരിക്കണം. ഒന്ന് വരണേ ബാബു, ഒന്ന് വരണേ പ്ലീസ്, ലിസ്റ്റിലുണ്ടേ, ഒന്ന് വരണേ. ഞാനും അറിയിച്ചിരുന്നോ? വന്നിരുന്നു. ഓ കണ്ടൂടാ, ഇരിക്കാം, ഇന്നും കൂടെ ഉള്ളൂ. റെഡി പറഞ്ഞല്ലോ പറയണോ? ചെവി കീറിയടാ എന്റെ. ഓക്കെ, അപ്പം സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇനാക്റ്റീവ് വാസുവിന്റെ സമയത്ത് എന്ന് പറഞ്ഞാലും നമ്മള് സിറ്റിയില് സിറ്റുവേഷനും കാര്യങ്ങളും വരുമ്പോഴും അല്ലെങ്കിൽ അത്യാവശ്യം മെയിൻ കാര്യങ്ങൾക്കെല്ലാം അത്യാവശ്യം ആൾക്കാരെല്ലാരും കേറുന്നുണ്ടായിരുന്നു. വെച്ചാ ആദ്യത്തെ കുറച്ച് ദിവസത്തിൽ ഇത്തിരി നല്ല ഷോക്ക് വരുന്നു, ആളൊട്ടും ഇല്ലായിരുന്നു. പിന്നെ അത് പയ്യെ പറഞ്ഞു എല്ലാരും തിരിച്ച് ഒരുവിധം ആക്റ്റീവ് ആയിരുന്നു. കൊറേയൊക്കെ സിറ്റുവേഷനിൽ സീരിയസ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാണെങ്കിലും പിന്നെ അതും മാറ്റി എല്ലാരും ഒരു സീരിയസിനോടെ തന്നെയാണ് നിന്നത്, ഒരു നിന്നത്. ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. പക്ഷെ പിന്നെ നമ്മള് ഇപ്പം ശോകമായിട്ട് തോന്നുന്ന സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ളൊരു നമ്മള് ഡെയിലി ഇപ്പം കുറെ ഫൈറ്റ് സിറ്റുവേഷൻസ് നമ്മള് ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് ഫീൽ ചെയ്തു. വെച്ചാൽ എപ്പോഴും അടിയും പ്രശ്നവും വഴക്കുമാണ്. സിറ്റി കയറുമ്പോ കയറിച്ച് കഴിയുമ്പോ തന്നെ അടിയും പ്രശ്നമാണ്. അത് ബാക്കിയുള്ള ഗ്യാങ്ങുകളുടെ പ്രശ്നവും ഉണ്ട്, അവരും വന്ന് നമ്മളെ നിൽക്കുമ്പോഴേ വന്ന് ചൊറിയുന്ന രീതിയിലുണ്ട്. പിന്നെ നമ്മളും അത് ഒരുപാട് ഇച്ചിരി പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന രീതി കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമ്മള് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മളെ പഴയ ഒരു രീതിയിലോട്ട് നമ്മൾ തിരിച്ചു വരാത്തതിന്റെ പ്രശ്നം കുറച്ച് കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് RP സൈഡ് ഫോക്കസ് ചെയ്യുന്നില്ല എന്നൊരു രീതിയിൽ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് മാനേജ് ചെയ്താൽ മതി. ബാക്കി അല്ലാത്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ ഗ്യാങ് ആക്ടിവിറ്റീസ് സൈഡിൽ നിന്ന് ഉള്ള രീതിയിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാരും കെവിനും പിന്നെ ആക്റ്റീവ് ആയത് കിണ്ടിയായിരുന്നു. അവനിപ്പോ എക്സാം കഴിഞ്ഞപ്പോ അവൻ തിരിച്ച് ആക്റ്റീവ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ബാക്കി മൈൽസും സിറ്റിയിൽ വരാം. കെവിന്റെ കൂട്ടുകാരനെയാണ് മറ്റേ വീട്ടിൽ കയറി വെട്ടിക്കൊന്നത്. മറ്റേ കെവിന്റെ കൊല്ലത്ത് ഒരു ഇൻസിഡന്റ്, കൊല്ലത്തല്ലേ? കൊല്ലത്താണെന്ന് തോന്നുന്നു. കൊല്ലത്തോ ട്രിവാൻഡ്രം? കൊല്ലത്ത് മറ്റേ വീട്ടിൽ കയറി ഒരു പയ്യൻ ഒരു ആളെ വെട്ടിക്കൊന്നിട്ട് ട്രെയിനിന് മുമ്പിൽ കയറി, ആ കൊന്ന ആള് ട്രെയിനിന് മുമ്പിൽ പോയി സൂയിസൈഡ് ചെയ്തു. അത് കെവിന്റെ അടുത്തൊരു കൂട്ടുകാരനാണ്. അപ്പോൾ അവൻ അതിന്റെ പുറകിലായിരുന്നു 2-3 ദിവസം. അവനെ ഓൾറെഡി ഇൻഫോം ചെയ്തായിരുന്നു. ഇന്നിപ്പോൾ നെറ്റ് എന്തോ ഇഷ്യൂവിന്റെ കാര്യമാണ്. അവൻ തിരിച്ച് കയറിക്കോളും. കെവിൻ എന്തായാലും കയറിക്കോളും. അവന് ലാസ്റ്റ് വാണിംഗ് ആയിട്ടാണ് ഞാൻ കെവിന് കൊടുത്തേക്കുന്നത്. കെവിന്റെ ലാസ്റ്റ് വാണിംഗ് ആണ്. അവൻ കുറേ നാൾ കളിച്ച് കളഞ്ഞ്, അതുകൊണ്ട് കെവിൻ എന്തായാലും ഒരു ലാസ്റ്റ് വാണിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അവൻ ആക്റ്റീവ് ആയിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ബാക്കിയുള്ള കാര്യങ്ങളിൽ കുഴപ്പമില്ല. ഇനി ജസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മള് ഭയങ്കരമായിട്ട് RP മിസ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഷോക്കായിട്ട് തോന്നുന്ന ഒരൊറ്റ സീൻ അതേ ഉള്ളൂ. ബാക്കി ഫൈറ്റും കാര്യങ്ങളും ഇതെല്ലാം എടുക്കാനും ഇതിനൊക്കെ ആൾക്കാരും അതൊക്കെ ഉണ്ട്. അത് ഇച്ചിരി കുറയ്ക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഉള്ള സീൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അൺവാണ്ടഡ് സിറ്റുവേഷനുകൾ നമ്മുടെ സൈഡിൽ നിന്ന് വെച്ചാൽ നമ്മളത് വേണ്ടാത്തതൊന്ന് വിട്ടിട്ട് നമ്മൾ RP കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും സെറ്റാണ്. ആ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ സീനായിട്ടുള്ള, ബാക്കിയെല്ലാം ഓക്കെയാണ്. നിങ്ങൾക്ക് എന്റെ ഒപ്പീനിയനാണ്. ബാക്കിയുള്ള ചന്ദ്രനും അവരുടെ ഒപ്പീനിയനും പറഞ്ഞു. ഹലോ, ഓക്കെ അണ്ണാ, ഞാൻ പറയുവാണെങ്കിൽ നമ്മള് ലൈക്ക് അടിയുടെ കാര്യത്തിലായാലും ഇപ്പൊ എല്ലാരും പ്രോപ്പറായിട്ട് ആദ്യം കുറച്ച് ഇതുണ്ടായിരുന്നെങ്കിലും കറക്റ്റ് ആയിട്ട് ഇപ്പൊ എല്ലാരും കയറുന്നുണ്ട്. അടി എന്ന് പറയുമ്പോ തന്നെ എല്ലാരും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അണ്ണാ വേറെ സീൻ എന്ന് പറഞ്ഞപ്പോ സരക്ക് പറഞ്ഞ പോലെ നമ്മള് മറ്റുള്ള ഗ്യാങ്ങിൽ നിന്ന് നമ്മള് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മള് കമ്മ്യൂണിക്കേഷനും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് പോയതുകൊണ്ടാണ് നമ്മള് നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളിപ്പോ മറ്റുള്ള ഗ്യാങ്ങിനെ പോലെ ആയി വരുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ താമസമില്ലാണ്ട് നോർമൽ ഈ സിറ്റിയില് നോർമൽ ഗ്യാങ്ങിനെ പോലെ തന്നെ നമ്മളും ആവും. അതിലൊരു സംശയമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നടത്താൻ പറ്റൂലല്ലേ? ഇല്ലല്ല അണ്ണാ, 5ാമത്തെ വർഷം ആനിവേഴ്സറി നടത്താൻ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത് സംശയമില്ല. പോയിട്ട് തിരിച്ചു വന്ന് ചോദിക്കുമ്പോ പറഞ്ഞ വർത്താനമാണോ ഇത് ചന്ദ്ര? ഇല്ല അണ്ണാ, ഉള്ളാരും പറയണേ അത്
ഇപ്പം ആർക്കും സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയും, അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണയും, പിന്നെ അവസാനം വാറും. സത്യം ഇങ്ങനെയാണ് ഇപ്പം സിറ്റിയില് നോർമലി ഒരു വാർ പോണത്. കഴിഞ്ഞ ദിവസം സുനിമോന്റെ അടുത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു KKB ആയിട്ട്. അവന്റെ അടുത്ത് അവൻ അത് എഡിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞേക്കായിരുന്നു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചാ എഡിറ്റ് ചെയ്യില്ലേ, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവന്റെ അടുത്ത് പറഞ്ഞാണ്, ഞാനത് പിന്നെ ഇരുന്ന് കണ്ടപ്പോ എനിക്ക് അതിലൊന്നും തോന്നിയില്ലായിരുന്നു, അതിൽ വെട്ടമുള്ളൊന്നും ഇല്ലായിരുന്നു. എന്നാ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയാണ് പലതും ഇപ്പം കുറച്ച് ദിവസമായിട്ട് പൊക്കോണ്ടിരിക്കണേ. RP എന്നല്ല അണ്ണാ, RP രേസ് വിടണ. സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും, സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ്. ഒരുത്തൻ വന്ന് വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായി. പിന്നെ അവിടെ നമുക്ക് മാറ്റാം, അത് കുറച്ച് കൺട്രോൾ ചെയ്യണം. ആ ഒരു കാര്യത്തിൽ കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ കാര്യം പറയാം, നിങ്ങൾ എല്ലാവരുടെ പറയാ, എടാ നമ്മള് ശരിക്കും നിങ്ങളെ ആരും ഇൻഡിവിജ്വലി വഴക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് നിങ്ങൾ ഈ സിറ്റുവേഷൻ എടുക്കുന്നതിനൊന്നും നമ്മൾ ഇൻഡിവിജ്വലി വഴക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ലടാ. നമ്മൾ ഈ TV എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്ന് തന്നെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായി? അത് മെയിൻ ഒരു കാര്യം അതാണ്. നിങ്ങൾ ആരുടെടുത്തും നമ്മൾ ഇപ്പം ഈ പറയുന്ന കോലീഡേഴ്സിനും ലീഡറിനും ആർക്കും നിങ്ങൾ ഈ സിറ്റുവേഷൻ എടുക്കുന്നവരടുത്തൊന്നും ഒരു വൈരാഗ്യമോ ഒരു മനസ്സിലൊന്നുമില്ല. നിങ്ങളൊക്കെ ഞങ്ങളുടെ പിള്ളേരാ. അപ്പം നമുക്ക് ഒരു ഇതുമില്ല. നമ്മൾ നിങ്ങളോട് ഇത് പറയണതിൻ്റെ കാര്യം, അതായത് കുറച്ച് കുറയ്ക്കാൻ പറയണതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൂടെ വേണം. അതായത് ഈ സംസാരം വേണം. നമ്മുടെ അടുത്ത് സംസാരിക്കാനും നമ്മുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാനും കുറച്ച് ആൾക്കാർ വേണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. നിങ്ങളുടെ അടുത്ത് എന്താ, നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് നിന്നിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ എന്തിനാണ് നമ്മൾ ദേഷ്യം കാണിക്കണ്ടേ? അങ്ങനെ ഒരു സ്കീം ശരിക്കും പറഞ്ഞാൽ ഇല്ല നമ്മുടെ ഇടയ്ക്ക്, മനസ്സിലായ? നിങ്ങൾ അങ്ങനെ ഒരാൾ എടുക്കരുത്. ഇപ്പോൾ കോലീഡർ നിങ്ങളെ പറ്റി പറയുമ്പോഴും അത് അവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അതാണ് അവൻ ചെയ്യുന്നത്. അവൻ ഗ്യാങ്ങിന് വേണ്ടി അവന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട സാധനം അതാണ് ശരിക്കും. അത് നിങ്ങളെപ്പറ്റി പരാതി പറയുവാണ് എന്നുള്ള ഒരു രീതി ഒരിക്കലും നിങ്ങളുടെ ആരുടെയും മനസ്സിൽ വരരുത്. ഞാൻ പറയണം ഇത്രേ ഉള്ളൂ. നമുക്ക് അതും വേണം, അടിയും വേണം, അതിൻ്റെ കൂടെ ഈ സംസാരിക്കാനുള്ളൊരു ഇതും കൂടി വേണം. അത്രയും മതി. അത് മനസ്സിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി. വേറെ ഒരു സീനും ഇല്ല. ഇപ്പോൾ പോണേ എങ്ങനെയാണോ അങ്ങനെ പോട്ടെ. നമുക്ക് കുറച്ച് അടിയൊക്കെ കുറയ്ക്കാം. നമുക്ക് കുറച്ച് ഗ്യാങ് RP മിസ്സായതാണ്, അത് നമുക്ക് ചെയ്യാം. അല്ല, സംസാരം അത് നമുക്ക് എന്തായാലും ചെയ്യാം. അത് ഓർത്ത് നിങ്ങൾ ഫീൽ ബാഡ് ആവണ്ട. അത് അവൻ്റെ ഡ്യൂട്ടിയാണ്, അത് അവന് പറയണം. ലൈക്ക് അവനല്ല, ഇപ്പോൾ സരക്കാണേലും രായനാണേലും ചന്ദ്രനാണേലും അവരത് എൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് അവൻ്റെ റെസ്പോൺസിബിലിറ്റി. അത്രയായിട്ട് കണക്കാക്കിയാൽ മതി. പറഞ്ഞോടാ. ഞാൻ പറയാം. ഇവിടെ ഇപ്പം കറലി ഇപ്പൊ ഇവര് പറഞ്ഞ അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞ ഗ്യാങ്ങിൽ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ ആളെ വിളിച്ച് കയറ്റേണ്ട അങ്ങനത്തെ സീനൊന്നും ഇല്ല. പക്ഷെ സിറ്റി മാറിയപ്പോ കുറെ കാര്യങ്ങളും അതിന്റെ കൂട്ടത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു സിറ്റുവേഷനിൽ പണ്ടത്തെ കണക്ക് പറയുകയാണെങ്കിൽ 15 ഫസ്റ്റ് ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ അകത്ത് ഗ്യാങ്ങിലുള്ള എത്ര പേർക്ക് വേണം കയറാം. രണ്ടാമതൊരു സിറ്റുവേഷൻ ആണ് പ്രീ വാർ, അതിൽ 20 പേർക്ക് കയറാം. അപ്പൊ നമ്മളെ ഗ്യാങ് ഇപ്പം ബാക്കിലോട്ടാണ് നിൽക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോ മുമ്പത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോ 15 പേര് മതി എല്ലാത്തിനും. പ്രീ വാറിന് 15, വാറിന് 15, എല്ലാത്തിനും 15. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സിറ്റുവേഷനിലും നമ്മളെ പ്ലേയേഴ്സ് മെയിൻ ആയിട്ടുള്ളവർ വന്നാൽ പോലും നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത നമ്മളെ ബാക്കിയുള്ള പ്ലേയേഴ്സിലത്. ഓരോ ഗ്യാങ് എടുത്ത് വെച്ച് നോക്കുമ്പോ അവിടെ 20ഉം 25ഉം കറലി എല്ലാ ദിവസവും നിൽക്കുമ്പോൾ നമ്മുടെ ഗ്യാങ്ങിൽ മാത്രമാണ് 15, കൂടിപ്പോയ 15, 16, 17 പേര് ഇവര് മാത്രം ഉള്ളത്. ഫസ്റ്റ് ഫേസ് ചെയ്യുന്ന ആ ഒരു കേസാണ്. രണ്ടാമത് ഫേസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ദിവസം ഒരു വാർ വരുന്നു. ഓക്കെ, നമ്മൾ ആ ഒരു വാർ മാത്രം ഫോക്കസ് ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ മൾട്ടിപ്പിൾ ആയിട്ട് സിറ്റുവേഷൻസ് എടുക്കേണ്ടെന്ന് ഞാൻ പറയും. കാരണം അത് എനിക്ക് ഷോക്കായിട്ട് തോന്നി. ഒരു ഗ്യാങ് ആയിട്ട് ഒരു വള്ളിയാണെങ്കിൽ ആ വള്ളി ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ട് മറ്റൊരു വള്ളി അല്ലെങ്കിൽ മറ്റൊരു ഗ്യാങ്ങിലോട്ടുള്ള ഇഷ്യൂസ് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ ഗ്യാങ്സ് ആയിട്ട് സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് അതിൽ താല്പര്യമില്ല. ഒരു ഗ്യാങ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ആ ഗ്യാങ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുക, അത് മാത്രമായിട്ട് എടുക്കുക. അത് എൻഡ് ചെയ്തിട്ട് വേണം മറ്റുള്ള ഗ്യാങ്ങിലോട്ട് വള്ളിയോ എന്താന്ന് വെച്ചാൽ എടുക്കുക, എന്തെങ്കിലും വരുന്നത് തന്നെ. അപ്പൊ അത് എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പൊ അത് ഞാൻ പറഞ്ഞു. വേറെ ഇതൊക്കെ തന്നെ ബാക്കി ഇവരെല്ലാരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ള, വേറെ സെപ്പറേറ്റ് ആയിട്ടില്ല. ഗുലാനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കായിരുന്നു. എനിക്കിപ്പോ പേടിയായിട്ട് കുറച്ചായിട്ട് സിറ്റുവേഷൻ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതൊന്ന് മാക്സിമം ഒഴിവാക്കാനാണെന്നുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. എന്താണ് മനസ്സിലായില്ല? പേടിയായിട്ട് കൂടുതൽ വരുന്നുണ്ട്. പേടിയായിട്ട് കുറച്ചധികം സിറ്റുവേഷൻ വരുന്നുണ്ട്. ഞാൻ അതോടെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ PD ഓഫീസേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേറെ സിറ്റിയിലെയോ വേറെ ഇതിലെയോ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അതിൻ്റെ ഗ്രഡ്ജ് വെച്ച് നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യില്ല. പിന്നെ ഞാൻ ഒരു കാര്യം എല്ലാവരോടും, TVയിലെ എല്ലാവരോടും
നമ്മളുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുന്നവരെ PDA സാർ എന്ന മാഡം മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. നമ്മുടെ സൈഡിൽ നിന്ന് എടാ പോടാന്ന് വിളിക്കണത് നമ്മൾ കാണരുത്. കാരണം നമുക്ക് ഇവിടെ PD എന്ന് പറഞ്ഞൊരു ഹൈറാർക്കി അവർക്ക് കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ്. അത് ദയവ് ചെയ്ത് ചെയ്യരുത്. അത് ഞാൻ കുറേ വട്ടം കണ്ട് നമ്മുടെ കൂട്ടത്തിൽ കുറേ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, കുറേ പേരുടെ സൈഡിൽ നിന്ന് കണ്ട് അത് കുറേ പേരുടെ അടുത്തുനിന്ന് പരാതിയും കിട്ടിയൊരു കാര്യമാണ്. വെറുതെ PDA ചെന്ന് എടാ പോടാന്ന് വിളിക്കാനുള്ള അധികാരം നമുക്കില്ല. അതിപ്പോൾ ഏത് ഗ്യാങ് ആണെങ്കിലും എത്ര വലിയ ഗ്യാങ് ആണെങ്കിലും എടാ പോടാ സാർ അല്ലെങ്കിൽ മാഡം എന്ന് വിളിക്കുക. നിങ്ങൾക്ക് കൊണ പറയുന്നതിൽ കൊണ പറയാം. അതവിടെ പകരം അവന് എടാ പോടാന്നും മറ്റേ കൊച്ചി ഇറക്കാമെന്നും അങ്ങനൊന്നും വിളിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ചെയ്യണത് ഭയങ്കര ഷോക്കും കാര്യമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അത് ഈയിടെയായിട്ട് അത് ഒരുപാട് പേരെടുത്തു നിന്ന് അത് ഉണ്ടായി നമ്മുടെ ഇതിനകത്ത് തന്നെ. തിരിച്ച് അവർ ബിഹേവ് ചെയ്യണം ശരിയാണ്, ബട്ട് സ്റ്റിൽ ഊക്കിക്കോ സാർ മാഡം എന്ന് പറഞ്ഞ് വിളിച്ച് ഊക്കിക്കോ. അതല്ലാതെ എടാ പോടാന്നും മറ്റേ കൊങ്ങണം കുത്തി കാണിക്കണ പരിപാടി കാണിക്കരുത് ദയവ് ചെയ്ത്. അപ്പൊ ഇനാക്റ്റീവ്സിനെ പറ്റിയും കൂടെ നമുക്ക് പറഞ്ഞങ്ങ് കുറച്ച് ആൾക്കാർ കോഴി പിടിക്കാൻ പോയി, കുറച്ച് ആൾക്കാർ ഒരു പണിയില്ലാതെ വെറുതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു. ഇങ്ങനെ കുറേ പരിപാടികളിലായിട്ട് നമ്മുടെ കുറച്ച് ആൾക്കാർ പോയി. അപ്പൊ അതിനെ പറ്റി ഇപ്പൊ എന്താണ് കോഴിയുടെ സ്റ്റാറ്റസ് എന്താണ്? കോഴിമള്ളി ഒരു 2 ബാച്ചും കൂടെ വിറ്റ് തീർത്ത ഏകദേശം ഒതുങ്ങി. ഇനി എത്രണ്ണം ബാക്കിയുണ്ടാവും? ഒരു 10,000 കോഴിയും കൂടെ വിറ്റ് അതും കൂടെ നഷ്ടത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യേണ്ട കാര്യമില്ല, നിർത്താന്നാ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ ഇതുവരെ വിറ്റ് നല്ല നഷ്ടത്തിലായിരുന്നാ? ഇത് നഷ്ടത്തിലാണ്. ഞാൻ ഇറങ്ങിയപ്പോ തൊട്ട് നഷ്ടത്തിലാണ്. ഇത് മടിയെന്ന് പറഞ്ഞു, ഇവിടെ വെച്ച് നിർത്താന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്തുവിടാൻ പറഞ്ഞു. നിന്റെ അച്ഛൻ ഇത്ര നാൾ നേരം തിരിച്ചല്ലേ പറഞ്ഞോണ്ടിരുന്നേ ഗെയിമിൽ? അതെ, പുള്ളിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എല്ലാം. ഒന്ന് സമയം എടുത്തു. നിന്നെ കൊണ്ട് പറ്റില്ല അത് മനസ്സിലായല്ലേ? അല്ല, എരണം ഇല്ല. ഒരു ചെറിയ പ്രോഫിറ്റ് എങ്കിലും കിട്ടിക്കൊണ്ടിരുന്ന കട എഴുതി കൊടുത്ത് നഷ്ടത്തിലാക്കിയല്ലേ അങ്ങേര്? എന്ത് ചെയ്യാൻ പറ്റും? കുഴപ്പമില്ല. എന്തായാലും തിരിച്ചറിവ് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതെ, അത് നീ തിരിച്ചറിഞ്ഞല്ലോ, മനസ്സിലാക്കിയല്ലോ. നമുക്കിങ്ങനെ ഒരു തിരിച്ചറിവും. ബാബു നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നീ വാ കൊണ്ടേ ജീവിക്കുള്ളൂന്ന്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ നോക്കുക, അതാണ് നല്ലത്. ചന്ദ്രനെ പോലെ കളിക്കല്ല ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വരണം കേട്ടാ. നീ വാ പാലാരി വട്ടം വെട്ടിങ്ങി വാ, തിരുവനന്തപുരം പാലത്തിനടി വാ. അണ്ണാ ഉണ്ടായിരിക്കാൻ പറയണ അണ്ണാ, കളിക്കണം പറയണ. ഇവിടെ പേഴ്സണൽ ഈഗോ പാടില്ല ഗാങ്. ബാബു സംസാരം കുറവാണ്, അപ്പൊ നമ്മള് കേറുമല്ലേ? അങ്ങനെ നാളത്തോട്ട് കേറാം. അപ്പൊ നമ്മള് മറ്റേ TKRP പ്ലാൻ ചെയ്ത് മറ്റേതുണ്ടല്ലോ. രണ്ടാമത്തെ അല്ല ഒന്നാമത്തെ. ആദ്യം പറഞ്ഞതോ? ആദ്യം പറഞ്ഞത് അതാണ്. സമയം എടുക്കൂലേ? കുഴപ്പമില്ല, എന്നാലും ഗ്യാപ്പ് കഴിഞ്ഞ് വരുമ്പോ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ മെമ്പേഴ്സിന്റെ കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് ഒരു എന്നോട് പറയണം, നമ്മളത് പറയാൻ വിട്ടു. ഈ സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. ഇനി എന്തേലും അത് നമ്മൾ ഇന്നെടുത്ത തീരുമാനമാണ്. ഇനി എന്തേലും സിറ്റിയിൽ ഒരു സിറ്റുവേഷൻ നടക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മള് 4 ഞാന്, സരക്ക്, രായൻ, ഗുല, വാസുണ്ട്, നമ്മൾ ഇത്രയും പേരില്ലാതെ സിറ്റുവേഷൻ എടുക്കല്. ഇതിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അയാളടുത്ത് ചോദിച്ചിട്ട് വേണം സിറ്റുവേഷൻ എടുക്കാൻ കേട്ടാ. എന്ത് സിറ്റുവേഷൻ ആയാലും അത് ഫൈനൽ ഡിസിഷൻ ആണ്. ഇനി നിങ്ങൾ സിറ്റിയിൽ ഇപ്പം നിങ്ങൾ 5-6 പേര് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ ഇല്ല. ഇനി ഞാൻ, സരക്ക്, രായൻ, ഗുലാൻ അല്ലെ ചന്ദ്രൻ, ഇത്രയും പേര് ഈ നിരന്ന് നിൽക്കുന്ന 4 പേരില്ലാതെ ഒരാളില്ലാതെ ഒരു സിറ്റുവേഷൻ എങ്കിലും ട്രിഗർ ആയാൽ ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷനിൽ എത്ര പേരുണ്ടോ അത്രയും പേരെ എടുത്തു മാറ്റും. ഒരു സംശയമില്ല. കാരണം നമുക്കിത് കുറച്ചേ പറ്റുള്ളൂ. അത് കുറയ്ക്കാനുള്ള ഒരിത് മാത്രം പറയുവാണ്, വേറെ ഒന്നും വിചാരിക്കല്. ആരിലും ഒറ്റ ഒരാൾ മതി. ഒറ്റ ഒരാളുടെ ഗൈഡൻസോടുകൂടി നിങ്ങൾ സിറ്റുവേഷൻ എടുത്തോ. പിന്നെ നമ്മള് സിറ്റുവേഷൻ വന്ന് നമ്മളടുത്ത് പറയുമ്പോഴത്തേക്കും ദയവ് ചെയ്ത് അമ്പി കളിച്ച് പറയല്ലേ. ഇപ്പോഴേ പറഞ്ഞേക്കാം, അത് നമ്മൾ ഓൾറെഡി ഒരാൾക്ക് കൊടുത്തതാണ്, അതെല്ലാം അറിയായിരിക്കും. കറക്റ്റ് ആയിട്ട് സിറ്റുവേഷൻ എന്താ ഉള്ളതുപോലെ പറയണം, മനസ്സിലായ? കറക്റ്റ് ആയിട്ട് സിറ്റുവേഷൻ ഉള്ള പോലെ പറയണം. അല്ലാണ്ട് നിങ്ങൾ നമ്മളടുത്ത് പറയുമ്പോഴത്തേക്കും ദയവ് ചെയ്ത് അമ്പി കളിച്ച് പറയല്ലേ. ഇപ്പോഴേ പറഞ്ഞേക്കാം, അത് നമ്മൾ ഓൾറെഡി ഒരാൾക്ക് കൊടുത്തതാണ്, അതെല്ലാം അറിയായിരിക്കും. കറക്റ്റ് ആയിട്ട് സിറ്റുവേഷൻ എന്താ ഉള്ളതുപോലെ പറയണം, മനസ്സിലായ? കറക്റ്റ് ആയിട്ട് സിറ്റുവേഷൻ ഉള്ള പോലെ പറയണം. അല്ലാണ്ട് നിങ്ങൾ
കൺവേർട്ട് ചെയ്ത് പറഞ്ഞിട്ട് നമ്മള് അത് ശോകമാണ്. ഒരു ശോകമില്ല ബ്രോ, ഒരു ശോകമില്ല. ശോകമില്ല. ഞാൻ ഇവിടെ സിറ്റുവേഷൻ അണ്ണാ, ഞാനത് പുറത്ത് പുറത്ത് ഇവിടെ ഞാനായിട്ട് എടുത്ത സിറ്റുവേഷൻസ് ഞാൻ സംസാരിക്കാൻ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. അണ്ണന് വേണമെങ്കിൽ നോക്കാം. ഞാൻ ഇവന്മാരൊക്കെ എടുത്ത സിറ്റുവേഷനിൽ കണ്ട വഴി കൂടി പോണവന്മാര് നമ്മളെ പിള്ളേരെടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും അതിൽ പോയി സംസാരിക്കുന്നല്ലാണ്ട് ഞാനായിട്ട് ഇവിടെ എടുത്ത സിറ്റുവേഷൻ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാങ്ങള്. എന്റെ അറിവില് ഞാൻ എടുത്ത ഭയങ്കര കുറച്ച് സിറ്റുവേഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്റെ സിറ്റുവേഷൻ ആയിട്ട്. എടാ അല്ല, ഞാൻ പറയാം, നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ കാര്യം എന്തുവാന്ന് ചോദിച്ച് ഇതാക്കി, കുഴപ്പമില്ല. നമ്മൾ സിറ്റുവേഷൻ എടുക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നമ്മൾ ആരെങ്കിലും ഒരാൾ മതി. നിങ്ങൾ എല്ലാവരും ഒന്നും വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ട. ആരെങ്കിലും ഒരാളുടെ അടുത്ത് കാര്യം പറയാ. ഇപ്പോൾ രായ എടുത്താൽ രായ അല്ലെ സരക്കണ്ണ, ഇത്രയേ ഉള്ളൂ കാര്യം, ഇതാണ് കാര്യം എന്ന് പറയാൻ പോയി സിറ്റുവേഷൻ എടുത്തു. അല്ലാതെ ഒരു റെസ്ട്രിക്ഷൻ ആയിട്ട് തരുമല്ല, റെസ്ട്രിക്ഷൻ ഒന്നുമല്ല. ഇതാണ് തീരുമാനം, ഇതിനപ്പുറത്തോട്ട് വേറെ ഇല്ല. അതിനിപ്പം അതൊക്കെ ഓവർ. ആ ചാറ്റിൽ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ആ തീരുമാനത്തിന് എന്തായാലും മാറ്റമില്ല. തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് നമുക്കിത് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ, കുറച്ച് ദിവസത്തേക്ക്. അതുകൊണ്ട് മാത്രമാണ്, വേറെ ഒന്നും വിചാരിക്കേണ്ട. കുറച്ച് ദിവസത്തേക്ക് ഇത് കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമുക്ക് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളിലേക്ക് പോവാം, കടക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്ഥിരം റിക്രൂട്ട്മെന്റ് പൊസിഷനിലേക്ക് പോവാം. എല്ലാവരും വരുമോ? ബാബു നമ്പൂതിരി കേൾക്കാൻ പറ്റുമോ അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ 1 വർഷം മുമ്പല്ലേ അവസാനം വന്നത്. റൂൾസ് അപ്ഡേറ്റ് ആയിരുന്നു കേട്ടോ. ഈ ലീഡറിന് മാത്രമേ ഹുഡി ഇടാൻ പറ്റത്തുള്ളൂ. മാറ്റിയാ പോരെ കോണെന്തിന് കണ്ണാപ്പി ഒന്നും ഇല്ലേ? കണ്ണാപ്പി എനിക്കൊരു കാര്യം നീ നന്നായാടാ കണ്ണാപ്പി? ഞാൻ നന്നായില്ല എത്ര ദിവസമായി നാളായിട്ട് ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നില്ലേ? മള്ളിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ മലയാളിയുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു 5 years ആവാൻ പോവാണ് മള്ളി. മനസ്സിലായില്ലേ? മള്ളി കേൾക്കുന്നുണ്ടല്ലോ? അതെ കേൾക്കുന്നുണ്ട്. 5 വർഷം 5 years ആവാൻ പോവാണ് മള്ളി. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സിറ്റി പോലെയല്ല. ഈ സിറ്റിയിൽ ഫോൺ റീചാർജ് ചെയ്യാൻ പൈസ വേണം, ഫുഡ് വാങ്ങാൻ പൈസ വേണം, വണ്ടി വാങ്ങാൻ പൈസ വേണം, എല്ലാത്തിനും പൈസ വേണം. എനിക്ക് എന്റെ ശമ്പളവും വേണം. ഈ ഇതുവരെ ഉള്ളത് പോട്ടെ, കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത ജോലിയിലെ കുറച്ച് ശമ്പളം അത് പഴയ ഫുള്ളായിട്ട് തീർത്തല്ലോ. ഏത് സിറ്റി തീർത്തു, എന്റെ കടം തീർത്തിട്ടില്ല. സിറ്റി തീർത്തതല്ല, സിറ്റി തന്നെ തീർത്തത്. ഓ സിറ്റി തന്നെ തീർത്തത്. നീ എന്താണ്? ഞാൻ സ്വർഗരാജ്യം അടച്ചു പൂട്ടിച്ച സമയത്ത് ഞാൻ പ്രാഗിട്ട് വരെയാണ് വന്നത്, മനസ്സിലായ? എനിക്ക് ഓർമ്മയുണ്ട്. ശപിച്ചേന്റെ കൂട്ടത്തില് എന്റെ കയ്യിലിരുന്ന ഫുൾ ഫണ്ട് നിന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഓ അപ്പൊ മൊല്ലയിൽ പോയിട്ട് ഞാൻ ആ സിറ്റിയിൽ കിടന്ന് അറിയിക്കണം? ഇല്ല, നീ അവിടുന്ന് ക്യാഷ് എടുത്ത് ഇവിടെ വരണം. നിനക്ക് വേറൊരു കാര്യം അറിയോ? ചില സിറ്റികളിലൊക്കെ ഇപ്പൊ ഒരു വൈറ്റ് ലിസ്റ്റ് എടുത്താൽ 2 വൈറ്റ് ലിസ്റ്റ് ഫ്രീ എന്നൊക്കെയാണ് ഓഫർ. അതുമല്ല, അടുത്ത കോമഡി എന്താണെന്നറിയോ? വൈറ്റ് ലിസ്റ്റ് എടുക്കുന്നതിന്റെ കൂടെ 50 കോടി രൂപ ഫ്രീ. ഓ മള്ളി, ഇനി ഇതും കൂടെ ഉള്ളൂ. റേഷനരി വീട്ടിൽ എത്തിച്ചു കൊടുക്കും വൈറ്റ് ലിസ്റ്റ് ഉള്ളവർക്ക്. എന്നിട്ട് എന്തോ പറഞ്ഞ് അഡ്മിൻസ് അല്ലാത്ത 4 പേരെ കയറ്റി. 4 പേരെ കേട്ടിട്ട് 5 ദിവസം മാസം സ്റ്റോറി ആയിരുന്നു. അയ്യോ, കണ്ട് വെറുത്ത്, ജീവിതം വെറുത്തു പോയേട്ടാ. കുഴപ്പമില്ല, പക്ഷെ പ്രാക്കിന്റെ പവർ ഉണ്ടല്ലോ മള്ളി. ഏതാ അപ്പൊ ശമ്പളം? അല്ല വേണ്ട, പ്രാണ്ട ബാബു. മള്ളി ബാബു, നീ കുറച്ച് ദിവസം ആക്റ്റീവായേ. ശമ്പളമൊക്കെ തരാം നിനക്ക്. എന്നെങ്കിലും ഞാൻ എന്നോട് ചോദിച്ചിട്ട് ഒരു 5 പൈസ ഞാൻ തരായിരുന്നിട്ടുണ്ടോ? 5 പൈസ തന്നിട്ടുണ്ടോന്നല്ലേ? ഇല്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം പൈസയുടെ പേരിലാണ് അളക്കണ ബാബു. മുതുക്കിയറാജില് ഒരു പണിയില്ലാതെ നിന്നൊരു ബാബുവിനെ എനിക്കറിയാം. മറന്നോ നീ അതൊക്കെ? പക്ഷെ അൺഡിക്ലെയർഡ് ആയ ബാബുവിനെ ഞാൻ മറന്നിട്ടില്ല. അത് ഞാൻ മറന്നതല്ല, ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ഇവരെ ഷോ കാണിക്കാൻ വേണ്ടി ഇടയ്ക്കൂടെ പറയണതല്ലേ. അവര് ഷോ കാണിക്കാൻ എന്നെ ഭൂമിക്കടിയിലോട്ട് കൊണ്ടുപോകുന്ന എന്തിനാണ്? നീ ഹുഡി ഒന്നും മാറണ്ട, ഞാൻ ഇങ്ങനെ ഹുഡി കിടക്കട്ടെ.
നിനക്ക് ഓക്കേ. നിനക്ക് ഒരു ആ. നിനക്ക് ഭയങ്കര കിടോട് ചേരുന്നുണ്ട് ഈ ഹുഡി. ഓ മുള്ളി താങ്ക് യു മുള്ളി. മറ്റേ- സത്യം പറഞ്ഞില്ല ഇവന്മാർക്കെല്ലാം കണ്ണിൽ അജൂയാണ് അജൂയ. അതെ, തലയെടുപ്പുള്ള ആനയെന്ന് പറയൂലേ? ഓ സത്യം സത്യം സത്യം. മുള്ളിക്ക് അറിയോ മുള്ളി എനിക്ക് മുള്ളി എന്ത് ഇഷ്ടമാണെന്ന്? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. മുള്ളി ഇത് ഇപ്പൊ ഇല്ലേ ഞാൻ ഇവിടെ ഫോൺ ഓപ്പൺ ചെയ്തു മുള്ളി. അപ്പൊ അക്കൗണ്ട് തുടങ്ങണമല്ലോ. ആ. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് പെറ്റ് എന്നോട് ചോദിച്ചു. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് പെറ്റാ? പെറ്റ് ഞാൻ പരണ്ടെന്നാണ് കൊടുത്തത്. ലവ് യു മുള്ളി. താങ്ക് യു സോ മച്ച് ബാബു. ലവ് യു ടു. അതാണ് സ്നേഹം. ഒരിക്കലും ഞാൻ മറക്കത്തില്ലല്ലോ ആ പെറ്റ്. മുള്ളി റിക്രൂട്ട്മെന്റ്സ് ഉള്ളൂ, ആരും പറഞ്ഞു വിടുന്നില്ലല്ലോ അല്ലേ? രണ്ടുപേരെ പറഞ്ഞു വിടുന്നുണ്ട്, രണ്ടുപേരെ അകത്തോട്ടും വിടുന്നുണ്ട്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അപ്പുറത്തേക്ക് പോണ ഞാൻ ഇപ്പുറത്തേക്കണോ? രണ്ടുപേരെ പുറത്തോട്ടും രണ്ടുപേരെ അകത്തോട്ടും. ഇല്ല കുഴപ്പമില്ല മുള്ളി. 6000 കോഴിയും കൂടെ അതായത് ഞാൻ സേഫാണ്. സമയമുണ്ടല്ലോ 6000 കോഴി വിൽക്കാൻ. അതെ ഈ കണ്ണമ്മനെ പറഞ്ഞു വിടാൻ ഒന്ന് മാറി തരുമോ? ഒന്ന്. അപ്പൊ ഈ നമ്മുടെ ഈ കൂട്ടത്തില് ഈ നിക്കുന്ന കൂട്ടത്തില് രണ്ടുപേര് പുറത്തോട്ടും രണ്ടുപേര് അകത്തോട്ടുമാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പൊ ഗൈസ്, ഇതുവരെയുള്ള റിക്രൂട്ട്മെന്റുകളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ റിക്രൂട്ട്മെന്റ് എടുക്കുന്നതിന് മുമ്പ് അവരോട് സംസാരിക്കും, അവരോട് കാര്യങ്ങളൊക്കെ പറയും, രായനെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അവിടുന്ന് ഒരു വണ്ടി കാണൂല. അതെ, രായനോടെ കാണത്തില്ല. രായൻ വണ്ടിയിൽ പിക്ക് ചെയ്യാൻ പോവും. അങ്ങനത്തെ ഒരു റിക്രൂട്ട്മെന്റ്സ് ആയിരുന്നു ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ നമുക്ക് കുറേ റീസെൻ്റ്ലി എടുത്ത കുറേ റിക്രൂട്ട്മെൻറ്റ്സിൽ, റീസെൻ്റ്ലി എടുത്തതെന്നല്ല, നമ്മൾ ഇടയ്ക്കൊക്കെ എടുത്ത റിക്രൂട്ട്മെൻറ്റിൽ കുറേയൊക്കെ കാര്യം നമുക്ക് നെഗറ്റീവായിട്ട് എതിരെ കിട്ടി. നമ്മൾ ഈ ഗൺ പവർ മാത്രം കൺസിഡർ ചെയ്ത് അങ്ങനെ 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 നോക്കി ഓരോരുത്തരെ കൊണ്ടുവരാൻ നോക്കിയിട്ട് ഗ്യാങ്ങിനോടുള്ള കമ്മിറ്റ്മെൻറ്റും ഗ്യാങ്ങിനോട് നമ്മളോടുള്ള കമ്മിറ്റ്മെൻറ്റൊന്നും അവരുടെ സൈഡിൽ നിന്ന് കിട്ടാതായി. സോ അതുകൊണ്ട് ഞങ്ങൾ ഈ വട്ടത്തെ റിക്രൂട്ട്മെൻറ്റ് ഞങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരെ പോലും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു മൊമെന്റിൽ ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞാൽ അവർ പോലും അറിയാൻ പോണത് അവരെ ഞങ്ങൾ ടി വിയിൽ എടുത്തെന്ന്. സോ ഒരുപാട് ഡിസേർവ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരാളെ ഞാൻ ആദ്യത്തെ റിക്രൂട്ട്മെന്റ് ഞാനിവിടെ അനൗൺസ് ചെയ്യുവാണ്. കുറേ നാളായി ടി വിക്ക് വേണ്ടിയിട്ട് ടി വിയിൽ കയറാനുള്ള ആഗ്രഹവും എല്ലാം ആയിട്ട് നിന്ന ഒരാളാണ്. ഞങ്ങൾക്ക് ഗൺ പവറും വേറെ ഒന്നും വേണ്ട, ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് തോന്നിയ ഒരാളാണ്. ആൻഡ് ഇതുവരെ നമ്മൾ ഇത്രയും നാൾ കൺസിഡർ ചെയ്യാതിരുന്നിട്ട് പോലും ഓപ്പോസിറ്റ് പോയി ഞങ്ങൾക്ക് എതിരെ അല്ലെ ഒരു വാക്ക് പോലും സംസാരിക്കാത്ത, അതാണ് ഞങ്ങൾ അവനെ കണ്ട ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. ആൻഡ് വി ആർ വെൽക്കമിങ് SRK to TVA as TVA SRK. എന്റെ അണ്ണ സത്യം പറയാലോ, അവ ഇപ്പൊ സത്യം നമ്മള് എപ്പോഴും എടുക്കണ റിക്രൂട്ട്മെന്റ് എന്ന് വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും. ലൈക്ക് എന്തായിരിക്കും ആ റിയാക്ഷൻ എന്ന്. പക്ഷെ അത് കാണാൻ പറ്റില്ല, എന്തായാലും ആള് സിറ്റി ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം, സിറ്റിയിലോട്ട് കയറി വരണം. ആൻഡ് നമ്മൾ ഗൺ പവറും കാര്യങ്ങളും ഒന്നും നോക്കുന്നില്ല. ബാക്കിയൊക്കെ നീ ഗ്രൈൻഡ് ചെയ്താ, നീ നിന്റെ ഇത് ചെയ്യുക, നിന്റെ കാര്യങ്ങൾ ചെയ്യുക, ടി വിക്ക് വേണ്ടി എന്ത് കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. അങ്ങനത്തെ രീതിയിൽ മാത്രമാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. സിറ്റിയിൽ ആക്റ്റീവ് ആയിരിക്കണം ആൻഡ് ഗ്യാങ്ങിന് വേണ്ടുന്ന സമയത്ത് ഉണ്ടാവണം. അത് മാത്രമാണ് തൽക്കാലം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് കുറേ ഇത് കുറേ നാളായിട്ട് ടി വി ഓഡിയൻസിൽ പലരും എനിക്ക് റിക്വസ്റ്റ് ചെയ്തൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഈ റിക്രൂട്ട്മെൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കൺസിഡറേഷൻ നമ്മൾ എടുത്തത്. അപ്പോൾ ഇല്ല, അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് കളി ജയിച്ചിരിക്കുന്നു. നമ്മ തല ധോണിക്ക് പെരിയ വിസിൽ അടിയുങ്കോ.
എന്താടാ മൈൽസ്, ഞാനിപ്പോ മൈൽസിന്റെ അടുത്ത് ഒരു കാര്യം പറയാണ്ട് ഈ അനൗൺസ്മെന്റ് ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോ വെൽക്കം ടു ടി വി SRK. അപ്പൊ ഇനി ഒരുമിച്ച് കാണാം. നീ സിറ്റിയിൽ ഉണ്ടെങ്കിൽ കയറി വരണം. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് സെക്കൻഡ് റിക്രൂട്ട്മെന്റ് ഗൈസ്. രണ്ടാമത്തെ അയ്യോ ഒരു മിനിറ്റ്. കേക്കോ. ഹലോ. അപ്പൊ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മളൊരു ഇടയ്ക്ക് വെച്ച് നമ്മളൊരു റിക്രൂട്ട്മെന്റ് എടുത്ത സമയത്ത് ഒരു കൺഫ്യൂഷന്റെ പേരിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാതെ പോയ ഒരു ആളാണ്. സോ ഇതും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഗൺ പവർ ഇല്ലാത്ത ഒരാളെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഗൺ പവർ ഉണ്ട്, എല്ലാം ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എല്ലാത്തിലും അത്യാവശ്യം നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ആൻഡ് വി ആർ വെൽക്കമിങ്. പേര് മറന്നു വേണം ഞാൻ. We are welcoming Bellary Mandaram to TVA as TVA Mandaram. അപ്പൊ സാൻഡ്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാൻഡ്ര അടുത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ സാൻഡ്ര ഇവിടെ മന്ദാരം എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇപ്പൊ കളിക്കണത്. അപ്പം സാൻഡ്രയും കൂടെ നമ്മൾ TVയിലേക്ക് എടുക്കുകയാണ് ബെല്ലാരിന്ന്. അപ്പോൾ ഇവരെ രണ്ടുപേരുമാണ് കറൻ്റ്ലി ഇപ്പോൾ TVയിലായിട്ടുള്ള പുതിയ അഡീഷൻസ്. നമ്മൾ ബാക്കിയെല്ലാം പയ്യെ ആലോചിച്ച് ഉള്ള സ്ലോട്ട്സ് ഫില്ല് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവരെ രണ്ടുപേരെയാണ് കറൻ്റ്ലി ഇപ്പോൾ ഇതിൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളോടുള്ള കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള രണ്ടുപേരെ കൺസെപ്റ്റ്. അതുപോലെ തന്നെ സാൻഡ്രയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തതാണ്, അടുത്തൊരു റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ എടാ എന്തായാലും ഞാൻ നിന്നെ കൺസിഡർ ചെയ്യുമെന്ന് ഞാൻ അവന് പേഴ്സണലി ഒരു വാക്ക് കൊടുത്തിരുന്നതാണ്. ഞങ്ങൾ പക്ഷേ അവനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവനെയും കൂടെ നമ്മൾ എന്തായാലും. അപ്പോൾ എടാ വെൽക്കം ടു TVS ആൻഡ്രൂ. അപ്പോൾ ഇനി TVക്ക് വേണ്ടി കളിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പോൾ രണ്ടുപേർക്കും വെൽക്കം. SRK, സാൻഡ്ര, രണ്ടുപേർക്കും വെൽക്കം ടു TVA. അപ്പോൾ നിങ്ങൾ സിറ്റി കയറുമ്പോൾ ഉടനെ ഗ്യാങ് ഹൗസിലോട്ട് വാ. അപ്പോൾ വെൽക്കം ടു TVA ഗൈസ്. ബാ മൈൽസെ, ഫൈനൽ വാണിംഗ് നിനക്കും കെവിനുമാണ് അടുത്ത എൻ്റെ ലിസ്റ്റിലെ രണ്ടുപേര്. ഫൈനൽ വാണിംഗ് ആണ്. ഇനി ഇനാക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴേ തുറന്ന് പറയുവാണ് മൈൽസെ, കെവിനെ രണ്ടുപേർക്കും ഫൈനൽ വാണിംഗ് ആണ്. സിറ്റിയിൽ ആക്റ്റീവ് അല്ലെങ്കിൽ കളയും. നേരെ ബെഞ്ചിലേക്ക് ഇടുകയാണ്. പിന്നെ ബോബ്സ്റ്റർ എന്ന് പറയുന്നൊരു പ്ലെയർ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ പഴയ നമ്മുടെ ഒരു പ്ലെയറിനെ? നമുക്കൊന്നും ഓർമ്മയില്ല. ചന്ദ്രന്റെ സന്തോഷം കണ്ട നീ ആ കോമഡി പറഞ്ഞിടത്തെ അളിഞ്ഞ സാധനം ഒറ്റ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അത് ചന്ദ്രനാ. അല്ലാതെ കോമഡി അല്ല, മനസ്സിലായ? ഒരു റിവഞ്ചും കൂടെ ഉണ്ട്. ചന്ദ്രനുള്ളത് മള്ളി കൊടുത്തു കണ്ണാപ്പിക്ക്. മള്ളി HRK വരുമ്പോഴേ തമ്മിൽ ഐഡന്റിഫിക്കേഷൻ വ്യത്യാസം വരും കേട്ടോ. കണ്ണാപ്പിന്റെ മുഖം മാറ്റാൻ പറ മള്ളി. കണ്ണാപ്പി SRKയുടെ മുഖം കണ്ട അച്ഛാന്നൊന്നും വിളിക്കല്ലേ? കോഴിക്കാട്ടല്ലോ പട്ടിക്കാട്ടം പോലെ മുഖം നിന്റെ. മള്ളി ഇനി ഞാൻ കൊന്നാലി ഈ വർഷം മുതൽ ഒരു അച്ഛനും പറയൂല. മൊല്ലാലി ദൈവം, മൊല്ലാലി ദൈവം. ഗ്യാങ് റോളുള്ള ആരെങ്കിലും വെൽക്കം ഇട്ടടാ. എനിക്ക് ഗ്യാങ് റോൾ ഇല്ല.
എന്നാ അറിഞ്ഞ അലറിഞ്ഞു വീണോ? അവൻ വെളിയിരുന്ന് കരയുന്നു ബാബു. എവിടെ? അവൻ അന്തേരിയിലുണ്ടല്ലോ, അതുകൊണ്ട് ബി സിയിലുണ്ടല്ലോ. ഞാൻ നോക്കിയപ്പോ ഇരുന്ന് കരയുന്നു. എവിടെ? വീസിലോട്ട് ഡ്രാഗ് ചെയ്ത്. ഞാൻ drag. ഡ്രാഗ്. Guys, ഒരു minute. അവൻ അവിടെ ഇരുന്ന് കരയണമെന്ന്. ഹലോ ഹലോ SRK? കുട്ടാ കുട്ടാ, വെൽക്കം ടു TV. താങ്ക് യു ആ പേര് നോക്കിയ SRK VC-യിലെ വിസിലെ പേര് എനിക്ക് എന്താ പറയുന്ന അറിയത്തില്ല എനിക്ക്. അയ്യോ എടാ ചില്ലാവ്, നീ ആഗ്രഹിച്ചിരുന്ന മൊമെന്റ് അല്ലേ ഇത്? അതെ പിന്നെ നീ എന്തിനാ വിഷമിക്കണേ? ഇനിയിപ്പോ സന്തോഷത്തോടെ പോവാലോ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട്. നിന്റെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് എന്താ വെച്ചാൽ നമുക്ക് വേണം. അതിപ്പോ ഗ്രൈൻഡിങ് ആയിക്കോട്ടെ, ലൈക്ക് വാർ ആയിക്കോട്ടെ, RP ആയിക്കോട്ടെ. അത് നമ്മളിപ്പോ നീ ഇത് ഒരുപാട് ഏൺ ചെയ്ത് മേടിച്ച സ്ലോട്ടാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നീ ഏൺഡ് സ്ലോട്ടാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് ആ റെസ്പെക്റ്റിന്റെ പുറത്ത് തന്നെ നമ്മൾ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ ആ റെസ്പെക്ട് നീ എന്നും ഞങ്ങളുടെ അടുത്തും തിരിച്ച് കീപ്പ് ചെയ്യണം. ലൈക്ക് ഞാൻ പറയണ റെസ്പെക്ട് എന്ന് പറയണത് മറ്റേ അണ്ണാന്ന് വിളിക്കുന്ന റെസ്പെക്ട് അല്ല ഞാൻ ഉദ്ദേശിക്കണത്. ഗ്യാങ്ങിനോടുള്ള കമ്മിറ്റ്മെന്റ്, അത് ആ ഒരു സാധനം നിന്റെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് വേണം. സർക്കെ വെൽക്കം ടു ഫാം ബ്രോ. താങ്ക് യു. ഇത്ര നാളെ ഗ്യാങ്ങിൽ ഇല്ലായിരുന്നെങ്കിലും നീ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗ്യാങ്ങിന്റെ ഉള്ളിൽ അതുപോലെ ഉണ്ടായത്. കൺഗ്രാചുലേഷൻസ് കുട്ടൻ. അന്ന് താങ്ക് യു. അറിയുവാന്നോ? പിന്നെ ആരാടാ? സാൻഡ്രയാ? സാൻഡ്ര എവിടെ? എങ്ങനെ ഉണ്ടായിരുന്നു ആര്? പ്രതീക്ഷിച്ചോ സാർക്ക്? ഹലോ, മദറോടാ? ഹലോ എടാ കേക്കോ? അപ്പൊ സാൻഡ്ര, എടാ മോനെ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. അടുത്ത റിക്രൂട്ട്മെന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ അത് കൺഗ്രാചുലേഷൻ സാൻഡ്ര. ഹാപ്പി അല്ലേടി? ചെറുക്കിന്റെ പേരൂടെ മാറ്റിക്കോട്. അപ്പൊ വെൽക്കം ടു TV. നീ ബെല്ലാരിയില് നിക്കുന്ന എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെ തന്നെ TV-യിലും ഉണ്ടാവണം എല്ലാ കാര്യത്തിലും. അപ്പൊ വെൽക്കം ടു TV ടാ. പിന്നല്ല, നിങ്ങൾ സിറ്റിയിലുണ്ടാ? SRKയും സിറ്റി ഉണ്ടാ? SRK സിറ്റി ഉണ്ടാ? നടന്നു കയറണോ? ഓ ജോഗി പറ. നീ ഇത് കഴിഞ്ഞ് വാല വിളിക്കുന്നുണ്ടോ? ഇല്ല ഞാൻ പറയാം ജോഗി, ഇന്ന് വേലോണ്ട് ഉണ്ടാവില്ല. വിഷമിക്കണം, നമുക്ക് കണ്ണാപ്പിയുടെ മുഖം മാറ്റടാ. നിന്റെ പോലെ ഇരിക്കുന്ന ഓ ഞാൻ ഓ ചേർത്തേട്ടാ ബാബു ഒന്ന് സിറ്റി പറഞ്ഞേ. എല്ലാരും ഹാപ്പി അല്ലേ ഗൈസ്? എല്ലാരും ഹാപ്പി അല്ലേ ഗൈസ്? സത്യം പറയാലോ, ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അവന്റെ കാര്യത്തിൽ വേറെ ഒന്നും നോക്കിയില്ല. സത്യം പറയാലോ, SRKയുടെ കാര്യത്തില്, SRKയുടെ റിക്രൂട്ട്മെന്റ് എനിക്ക് എന്റെ ഇൻഡിവിജ്വൽ ഡിസിഷനാണ്. അതായത് SRK TV-യിൽ എടുക്കുക എന്ന് പറയണത് ഞാൻ ഇതാണ് നിന്നെ ഇഷ്ടമല്ലാത്ത നീ അയ്യോ സ്ക്രീൻ ഇല്ലല്ലേ? ആ ഗെയിം ക്യാപ്ചർ ഒന്ന് വരുമോ? ചന്ദ്രല്ല ബാബു മാത്രം. ചിൽഡ്രൻസ് ഡേ
രണ്ടാക്കും ഓരോ സർവത്ത് മേടിച്ചു വിടാം. ആനന്ദ് താങ്ക് യു സോ മച്ച് 100. ബാബു ബാബു എന്താണ് ബാബു പുതിയ റിക്രൂട്ട്മെന്റിനെ പറ്റിയുള്ള അഭിപ്രായം? റോള് കൊടുക്കും. മള്ളി പുതിയ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ മള്ളി വെൽ ഡിസേർവ്ഡ് റിക്രൂട്ട്മെന്റ് മള്ളി. വെടി വെക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നവന്മാർക്ക് സത്യം പറഞ്ഞ മള്ളി പലവന്മാർക്കും ഒരു കമ്മിറ്റ്മെന്റും പലതവണയും കാണിച്ചിട്ടില്ല ഇതിനു മുന്നേ. പക്ഷേ വെടിവെക്കാൻ വേണ്ടി എടുത്തിട്ട് കമ്മിറ്റ്മെന്റ് കാണിച്ചവന്മാരില്ലെന്ന് പറയരുത്. കാണിച്ചവൻ ഒരിക്കലും പറയില്ല മള്ളി. പക്ഷെ അങ്ങനെയല്ല മള്ളി, നമ്മൾ വെടിവെക്കുന്ന സ്കില്ലും സാവേജ് മള്ളി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞു വിട്ടവന്മാരില്ലേ. ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ്. അതായത് നമ്മൾ ഓരോരുത്തന്മാരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടുള്ള കാര്യങ്ങളില്ലേ. അതായത് എടാ ഡെയിലി ലൈവ് ഇടറാ, ഡെയിലി അത് ചെയ്യണം, ഡെയിലി ഗ്യാങ്ങിന് വേണ്ടി ഇത് ചെയ്യണം, ആക്റ്റീവ് ആവടാന്ന് പറഞ്ഞ് പുറകെ നടന്ന് തെണ്ടിയെ ആ കാര്യം ഉണ്ടല്ലോ, ഒന്നും പറയാതെ ഏറ്റെടുത്ത് ചെയ്യുന്ന കണ്ടപ്പോൾ ആ തോന്നിയ റെസ്പെക്ട് ഉണ്ടല്ലോ അവന്മാരോട്, അതെനിക്ക് പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റത്തില്ല. സ്നൈപ്പ് ആയിക്കോട്ടെ, ഇറ്റാച്ചി ആയിക്കോട്ടെ, സാവേജ് ആയിക്കോട്ടെ, മാഡി ആയിക്കോട്ടെ, ഇവരൊക്കെ സിറ്റുവേഷൻസിൽ ഒന്നും വിളിച്ച് കേട്ടണ്ട. ഇവന്മാരെ ഒന്നും വിളിച്ചു കേട്ടണ്ട. എല്ലാം അത് വില്ലുമോൻ എല്ലാം ആക്റ്റീവാണ് മള്ളി, ഫുൾ ആക്റ്റീവാണ്. അതെ, അതിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഈ ഒരു വെളിയിൽ നിന്ന് കാണുന്ന ഹലോ ദൈവമാണോ? ദൈവമൊന്നല്ല, ഞാൻ തൂറാനാ ഇവിടെ ഒരു റെഡ് താടിയും വെച്ച മച്ചാന്റെ ബൈക്കും കൊണ്ട് പോയി. നമുക്ക് യാതൊരു എന്ത് വർത്താനാണ് ബാബു? നമ്മുടെ മുഖത്ത് നോക്കി അവന് താടിയെ പറ്റി പറയാൻ എന്റെ അധികാരമുണ്ട്. വല്ല പണി തൂറാൻ നടക്കുന്ന മള്ളി അതല്ല മള്ളി. പറഞ്ഞതിൽ ഒരു കാര്യമാണ് മള്ളി. പണ്ട് നമ്മൾ ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഒന്ന് ചന്ദ്രു, ഡരക്കണ്ണൻ, അങ്ങനെ ഒരു 3-4 പേരെ കാണും. പക്ഷേ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു 7-8 പേര് കാണും. തിളങ്ങി റേഡിയോ ഒക്കെ കാണുമ്പോ അതോ ഒരു വ്യത്യാസമാണ് മള്ളി. ഞാൻ ഉദ്ദേശിച്ചല്ല മള്ളി. നിക്ക് പക്ഷെ തല്ലിയുടെ ഒരു കള്ളനാണെങ്കിലും അല്ലാതെ ഒറ്റ ബുദ്ധിയായിട്ടുള്ള കുറെ പോലിയുടെ എടാ ആരെങ്കിലും ഒന്ന് ഇതിടുവോടാ, വെൽക്കം ഇടുവോടാ അവന്മാരുടെ. എനിക്ക് റോളില്ല. ഓ എനിക്ക് കാണുന്നില്ല. എനിക്ക് കാണുന്നില്ല ഒന്നും ഇപ്പൊ. പിന്നെ ബാബു ഞാൻ പറഞ്ഞു വന്നത് പഴയ കുറച്ച് മെമ്പേഴ്സ് ഉണ്ടല്ലോ ഇനാക്റ്റീവ്, അതായത് ബോബോയ്. ഹലോ മള്ളി പഴയതെന്ന് കേൾക്കുമ്പോഴേ ഹലോ കേക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. പഴയതെന്ന് കേൾക്കുമ്പോ ഒരു പേടി. മള്ളി പറഞ്ഞു പഴയ കുറച്ച് മെമ്പേഴ്സ് ഇല്ലേ, ബോബ്, ബാബായ്, അങ്ങനെ കുറച്ച് ആൾക്കാര്. ഒരു ഉപകാരമില്ല ഇപ്പം സത്യം പറഞ്ഞ. മറ്റേ ഫോണൊക്കെ പ്രൊമോട്ട് ചെയ്ത് നടക്കുന്ന ആൾക്കാര് സഹിക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരു ഓസി, ഇത് എനിക്ക് പറഞ്ഞു പറ്റും. ഓസിയാണേ. എടാ ഞാൻ അത്രയും രൂപയ്ക്ക് 50-90 ഒക്കെ മേടിച്ചിട്ട് ഒരു വീഡിയോ പോലും സ്വന്തമായിട്ട് പോസ്റ്റ് ചെയ്തില്ല. വേറൊരു പുണ്ടച്ചി എന്റെ വീട്ടിൽ വന്നിട്ട് സാംസങ്ങിന്റെ പരസ്യം എന്റെ PC-യുടെ മണ്ടയ്ക്ക് വെച്ച്. ഈ PC കൊണ്ട് പറ്റൂല, പക്ഷെ എന്റെ ഫോണിനെ കൊണ്ട് പറ്റും. അങ്ങനെ വല്ലതാണോ? അതിന്റെ അപ്പുറത്തൊക്കെയാണ് സംസാരിക്കണത്. 5090 പ്രൊസസറിനേക്കാൾ അല്ല 5090 ഗ്രാഫിക്സ് കാർഡിനേക്കാളും കിടലൻ ഗ്രാഫിക്സ് നിങ്ങൾക്ക് BGMI ഈ ഫോൺ വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ആഡ്. അതിന്റെ അവസാനത്തെ ഡയലോഗ് ഉണ്ട്, ചേംബർ കൂളിംഗ്. അതവന് എന്തൊന്നും പോലും അറിയില്ല മള്ളിയത്. എന്ത് പറഞ്ഞ അവസാനം ഒരു ചേംബർ കൂളിംഗ് അവന്റെ. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞ നമ്മളെ ചന്ദ്രനെ കൂടെ വിളിക്കാം. പാവം മള്ളി അതല്ല എടാ ചന്ദ്ര അല്ലല്ല ബാബു മള്ളി ആ മുഖത്തോടെ നോക്കി എന്തൊരു ഐശ്വര്യമുള്ള പുണ്ടച്ചിയല്ലേ. എടാ ബാബു, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടാ. നീ വലിയ പൗൾട്രി ഫാം ഒക്കെ ഇപ്പൊ നോക്കുമല്ലേ? എടാ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? നിന്റെ തന്ത പോലും ഉണ്ടായിട്ടില്ല. നിങ്ങൾ കാണുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ ഈഗോ? അണ്ണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആണ്, പക്ഷെ ഇവന്റെ തന്തയില്ല, എനിക്ക് തന്തയുണ്ട്. അതാണ് വ്യത്യാസം. തന്റെ പേര് പറ കേക്കട്ടെ. എന്നാ സൂരജ് നിന്റെ പള്ളിയിലെ കാര്യമല്ല ചോദിച്ചത്. ബയോളജിക്കൽ ഫാദർ ഉണ്ടോ? എടാ നിന്റെ അച്ഛൻ എന്ത് ജോറു?
മനസ്സിലായോ? നിനക്ക് ഉണ്ടായിട്ട് കാണാൻ അച്ഛന് സൂര്യരറ്റൻ ISRO പോയി റോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ ചന്ദ്രനും താഴെ ചന്ദ്രൻ പൊട്ടി മുളക്കൂല. മനസ്സിലായോ നിനക്ക്? അതായത് നീ പറയുന്ന സൂര്യരറ്റൻ ISRO റോക്കറ്റ് വിട്ടാൽ എല്ലാ ചന്ദ്രൻ ഉണ്ടാവുന്നേന്. ഒന്നും അറിയില്ല. എഴുതിയെടുത്തോ. എഴുതിയോ? എഴുതിയാണ് ചന്ദ്ര. നിന്റെ വായി കിടക്കണ പാക്ക് നിറയ്ക്കും നേരെ നിന്ന് കുറച്ചിട്ട് എഴുതിയോ? പറ എഴുതിട്ട് പറ. അവന് എന്റെ തന്തിയുടെ പേരറിയണം, പക്ഷെ അവന് തന്തി ഉണ്ടെന്ന് അവൻ പറയുന്നതാണ്. അതിനെ പറ്റി ചന്തി അവന്റെ ഈ തന്തല്ലത്തെ വൈകി സരക്കെ ഭയങ്കര പ്രശ്നം കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചാലുള്ള ഇത്ര പ്രശ്നം. നമ്മള് അങ്ങനെ പ്രശ്നമില്ല, നമ്മള് ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഇവൻ തന്തയില്ല. പറയാതിരിക്കാൻ വേണ്ട. രണ്ടുപേരും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഈഗോ ഇല്ലാത്തോണ്ട് ഇത്ര സിറ്റിയിൽ ഓടിയാ കേറി കേട്ടാ. കേറി അരമണിക്കൂറിന്റെ അകത്ത് ഉമ്മരമ്മിൽ ഈഗോ. അരമണിക്കൂർ സിറ്റിയിൽ ഓടിയാ കയറിയിട്. അതിന്റെ അകത്ത് ഈഗോ തീർത്തിട്ട് ഭയങ്കര ആത്മബന്ധമാണ് നമ്മള് തമ്മില്. എന്തിനും പറഞ്ഞൂടാ. നമ്മുടെ നക്ഷത്രം തമ്മിൽ എന്തോ മിസ്മാച്ച് ആണ് മള്ളി. അതാണ് നമുക്കൊരു ഏതെങ്കിലും ഒരു മറ്റേ കബഡിയോ അങ്ങനെ കളിക്കുന്ന പ്രശ്നം ഇത് തീർക്കാൻ പ്രശ്നം വെച്ച് അല്ല ഇത് തീർക്കാനായിട്ട് നിങ്ങൾ കോമൺ ആയിട്ട് ഒരു എതിരാളിയെ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം തീർക്കാം. അങ്ങനെ വന്നിട്ടുണ്ടോ നോക്ക് സിറ്റിയില്. എങ്ങോട്ടാ പോണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടാ. നേരെ നിലത്തുനിന്ന് താഴെ അടിച്ചെന്റെ തലയിലോട്ടൊരു വാണല്ലേ ഇപ്പൊ വിട്ടത്. അതും കൂടെ എന്റെ തലയില് മള്ളിപ്പോ വന്നേരല്ലോ അണ്ണ. മള്ളി പക്ഷേ നമ്മള് പക്ഷെ പിന്നെ ഒറ്റക്കെട്ടാണ് ജരക്കണ്ണ മൊലാലി ചന്ദ്രു നിങ്ങൾ ഒറ്റക്കെട്ടാണ്. എപ്പോഴും ഞാൻ തന്നെ ഉമ്മ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിയാം. എടാ ദൈവത്തിനെ എങ്ങനെയാണ് വിളിക്കുന്നത് ഇവിടെ? T/H ഹെൽപ്പാണോ? അപ്പത്തേക്ക് ചന്ദ്രൻ തന്നെ പറഞ്ഞിരുന്നു. മാതൃഭൂമിയിൽ കൊടുത്ത് കൊടുത്താൽ വിട്ടേക്കോ. എനിക്ക് ഗ്യാങ് റോള് തരുമോ? ടൈം ഉണ്ടാക്കി റേഡിയോയിൽ ഇവരെ കൊണ്ട് ഓൾഡ് ഫാൻസി കോമ്പറ്റീഷൻ നടത്തുക. ഇപ്പൊ പണ്ടാണ് നടത്തിയത് പോലെയാണ്. കൺസിഡർ ചെയ്യാൻ ഉറപ്പായിട്ട് ഹലോ ദൈവം എനിക്ക് റോള് തരുമോ? റോള് കിട്ടിയോ? എടുത്ത് കളഞ്ഞേനാട്ടോ എന്റെ ബാബുന് റോൾ കിട്ടിയാണോ? എത്ര ദിവസം ബ്രേക്ക് എടുത്ത എല്ലാം ഭയങ്കര മിസ് ചെയ്യാറ്. ചന്ദ്ര പ്രത്യേകിച്ചിരിക്കും നിന്നെ. നിന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. കാരണം ബാബു ഒക്കെ അതിനു മുമ്പേ ഇനാക്റ്റീവ് ആണ്. അതുകൊണ്ട് ബാബുവിനെ ഒന്നും മിസ്സിംഗ് ഉള്ള ഫീലിംഗ് വന്നില്ല എനിക്ക്. പക്ഷെ നിന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. സത്യമാണ്. ഞാൻ എന്നാണ് എന്റെ റൂമിന്റെ പുറത്ത് നിന്ന് നിറകണ്ണകളോടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്ത് സാറൊക്കെ റീസൺ ഉണ്ടായിരിക്കുമല്ലോ എന്നാലും. അതായത് ഡെയിലി നമ്മൾ എപ്പോഴും വന്ന് ഒരുത്തിനെ ഇങ്ങനെ ഡെയിലി തന്തയ്ക്ക് വിളിക്കാനാണെങ്കിലും നിൽക്കുമ്പോ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് വിളിക്കാൻ പറ്റാതാകുമ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പൊ ബാബുവിനാണ് എന്തോ മിസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. ഇപ്പൊ അല്ല ബാബുവിന്റെ അടുത്ത് ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധമല്ലടാ. എനിക്കറിയത്തില്ല. ബാബുവിന്റെ എന്തൊക്കെയാണെങ്കിലും നിന്നേക്കാൾ ഇഷ്ടം എനിക്ക് ബാബുവിന്റെ അടുത്താ. സത്യമാണ്. അതെനിക്ക് ബാബുവിന്റെ ഭാഗമാണ് മനസ്സിലാവാറുണ്ട്. സൗണ്ടില്ലേട്ടാ ബാബു, സൗണ്ടില്ലേ സൗണ്ടില്ലേ സൗണ്ടില്ലേ. വരുമ്പോഴത്തേക്ക് ഇപ്പൊ വലിയ പ്രശ്നം ഹലോ ഞാൻ പറഞ്ഞ കേട്ടില്ലേ? അയ്യോ പോയി ടൈമിംഗ് പോയി. ഇനി പറഞ്ഞ എന്തായാലും പൊഴിക്കും. അത് അപ്പൊ പറയണ കേക്കണമായിരുന്നു. പറയാൻ കേട്ടെ.
ഇല്ല അണ്ണ, ഇല്ല 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 ഈ ടൈമിംഗ് പോയി ഇല്ല ഇല്ല നീ അങ്ങനെ ഒന്നും ഇവനെ പറഞ്ഞോട്ടെ ഞാൻ പറയാൻ പറഞ്ഞത്. നീ മാറിയില്ലേ, നീ കേൾക്കണ്ട. എടാ അവര് വരൂ, ഇപ്പൊ അവര് വരുവോ? ആരാണ്? SRK മന്ദാരം. ആ അവര് വരും അവര് വരും. വല്ല വന്നെന്ന് പറഞ്ഞിട്ട് എടാ SRK മന്ദാരം വന്നോ? അമ്മാരിവിടെ വന്നില്ലായിരുന്നോ? SRK എന്ത് SRK വന്നോ? ആ അപ്പൊ വാ മന്ദാരത്തിനെ കൊണ്ടുവാ. നമ്മളെല്ലാരും കേട്ടുന്ന പോലെ കേട്ടാലോ, അവന്മാർക്ക് വിഷമം വരണ്ട. സുഖമല്ലേ? ഹാപ്പിയല്ലേ നീ? ഓക്കെ അപ്പൊ എടാ അപ്പൊ സർക്കെ ഇവിടെ വാ. സർക്കെ ചന്ദ്ര വാ രായ മതാരേ ഹാപ്പി ആയോടെ പ്രതീക്ഷയായിരുന്നു. നല്ല ഇനി എല്ലാ ദിവസം കിട്ടിക്കോളൂ. അപ്പൊ we are welcoming ബെല്ലാരി സാൻഡ്ര to TVA as TVA മന്ദാരം. ബെല്ലാരി മന്ദാരം to TVA as TVA മന്ദാരം. വെൽക്കം ഗൈസ്. ഇത് അങ്ങോട്ട് വിടുക. വെൽക്കം ചെയ്യ. ഡാൻസ് കളിച്ചിട്ട് വെൽക്കം ചെയ്യാൻ. പാട്ടൊക്കെ ഇട്ട് നിക്കണ കേട്ടാ. ബാബു കേക്കോ? അണ്ണാ ഷോട്ട് ഇടോ. ബാബു ഈ സൈഡിലിടോ. എന്താ അവിടെ നിക്കുന്നേ? അല്ല ഇവിടെ വന്നിട്ട് ഇപ്പൊ ഈ ചന്ദ്രൻ എന്തെങ്കിലും ഊക്കി എന്നെ വെറുതെ അപ്പുറത്ത് പറഞ്ഞു വിടാം. അപ്പൊ മുള്ളി ചിലപ്പോ കൂട്ടിക്കാൻ മൈൻഡ് വന്നാൽ മുള്ളിക്ക് മൈൻഡ് വരും. ചിലപ്പോ ബാബു ഈ വാച്ച് കയ്യിൽ വെച്ചേരെ. ഓക്കെ മള്ളി അപ്പുറത്ത് തന്നെ നിന്നു. അവിടെ തന്നെ പോയി കളഞ്ഞ രണ്ട് ഡയലോഗ് കൂടി പറയാൻ. സക്കീറിന് അണ്ണൻ്റെ അവിടെ നിൽക്കണം. സക്കീറിന് നിൽക്കണോന്ന് സക്കീറെ ഇപ്പുറത്ത് നിൽക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇതിനുള്ളത് ഞാൻ അനുഭവിക്കേണ്ടി വരും അല്ലേ? ഇതിനുള്ളത് ഞാൻ അനുഭവിക്കേണ്ടി വരും അല്ലേ? വരുന്നില്ല, സൗണ്ട് വരുന്നില്ല, വെള്ളിന്ന് വരുന്നില്ലേ? ആര്? കേക്കാമ്പോ നിനക്ക് അങ്ങനെ പറയുമ്പോ ഈ നാലുകള് ചുമ്മാ പറഞ്ഞതാ. നിനക്ക് ഇപ്പുറത്ത് നിൽക്കണമെങ്കിൽ ഇപ്പുറത്താട്ട് വാ. പറഞ്ഞേട്ടാ ചന്ദ്രനാണ് പറഞ്ഞത്. ചന്ദ്രനൊന്നും അറിയില്ല. എന്ത് കാര്യം ഉണ്ടായിരുന്നത്? സക്കീറിന്റെ ഒരു ആഗ്രഹമല്ല അണ്ണന്റെ കൂടെ അവിടെ നിൽക്കണമെന്ന്. അതിന് നിന്റെ സുഭാഷ് എന്തായാലും വേണ്ട കണ്ണാപ്പി കേട്ടാ. ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ നിന്നതാ. നിന്റെ പട്ടിത്തീട്ട സൗണ്ട് കേട്ടപ്പോഴത്തേക്കിന് ഞാനത് വേണ്ടെന്ന് വെച്ചു. സക്കീർ ഇനി വരല്ലേ? ഇനി വന്നോണ്ടല്ലോ മറ്റേ വാണക്കണ്ടികളൊക്കെ പറഞ്ഞു നടക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്തോണ്ടാണ് അപ്പുറത്ത് കൊണ്ടുപോയത്. വേറെ ദിവസം നിന്നെ ഇവിടെ കൊണ്ടുവരാടാ. അതെ കണ്ടി ശബ്ദം കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഞാൻ. അവന്റെ റെക്കമെൻഡേഷൻ അവന്റെ ഒന്നുകൂടെ വിളിച്ചിട്ട് പറഞ്ഞു വിട്ടാലെണ്ണ. ഞാൻ വിളിക്കട്ടെ. നീ വിളിച്ചോ? കിട്ടുന്ന നീ വാങ്ങണം. ആരെയാണ്? ബാബുനെ ഒന്നുകൂടി ബാബു കേക്കാ? ബാബു ഹലോ. ചന്ദ്രൻ വിളിക്കുന്ന ഒന്നിങ്ങോട്ട് വരാമോന്ന്. ആലോചിച്ചോണ്ട് വരണ്ട. എടാ നീ എന്തിനാ പറയുന്നില്ല? അതൊന്നും പറയായിരുന്നു. നാളത്തെ മാതൃഭൂമിയുള്ള ബാക്ക് പേജ് എടുക്കണേ. അച്ഛനെ കണ്ടുപിടിച്ചു. മാതൃഭൂമിയുടെ ബാക്ക് പേജ് കൊടുത്തേരെ. ബാക്കിൽ കൊടുത്തേ, ഫ്രണ്ടിൽ കൊടുക്കണ്ട. ആരും വായിക്കില്ല. ഓക്കെ പോരെ കേട്ടാ. പ്രിപ്പേർഡല്ലായിരുന്നു. നിനക്ക് എന്താണ്? ബാബു
ഇങ്ങനെ ഇടക്കിടക്ക് തണ്ട കളിക്കുന്നുണ്ട് ബാബു നീങ്ങ വന്ന് അവനൊരു തന്ത അവനൊരു വാടക തന്ത ഉള്ളതിന്റെ അഹങ്കാരാണ് കേട്ടോ ഇത്. നീ ഇവിടെ നിക്ക് ബാബു, ധൈര്യമായിട്ട് നിക്ക് നീ. ഇല്ല ഞാൻ നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഞാൻ ഇല്ല ബാബു ഇവിടെ നിൽക്കണം, എന്റെ റെപ്യൂട്ടേഷൻ പ്രോബ്ലം ആണ്. ഇവിടെ നിൽക്കണം. അടുത്ത ആളുടെ അനൗൺസ്മെന്റ് പറയണ ബാബു ആണ് ഇന്ന്. സ്ലിപ്പർ അടുത്ത SRK സ്ലിപ്പർ ബാബു വാങ്ങിയ കൈപിടിച്ച് കേട്ടണ്ടേ? ആ ശരി നെറ്റ്വർക്ക് വന്നായിരുന്നോ?